എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നല്ല എരിവോട് കൂടിയിട്ടുള്ളൊരു വടയുടെ റെസിപ്പി കാണാം. ഇൻസ്റ്റൻറ്റ് വടയാണ് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് ഉഴുന്നരയ്ക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ പറ്റിയ റെസിപ്പിയാണ്. നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർക്കാതെ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു നല്ല റെസിപ്പിയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് വട ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നൈസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് നൈസ് അവൽ ചേർത്ത് കൊടുക്കാം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവൽ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് റവ, ചെറിയ തരിയുള്ള റവ എടുക്കുക കേട്ടോ. അത് 1 കപ്പ് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്കായിട്ട് തൈര് ചേർത്ത് ഞാൻ അവിടെ 1 ടേബിൾ സ്പൂണാണ്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ളൊരു തൈരാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി. അപ്പോൾ പോരായ്ക വന്നു, അപ്പോൾ കുറച്ചും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് മിക്സാക്കിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. റവയല്ലേ, അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് അവലും ഒക്കെ ഒന്ന് വലിച്ചൊന്ന് സെറ്റായി സോഫ്റ്റായി വരണം. ഒരു 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഈ 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. അതൊന്ന് പിടിച്ച് നോക്കുമ്പോൾ കണ്ട അത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ വെള്ളമെല്ലാം വലിച്ചെടുത്ത് പക്ഷെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം നമ്മൾ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മതി. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. കുറവ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക, വലിയ പീസാക്കിയിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് അത് കൈ കൊണ്ടൊന്ന് ഉടച്ച് ചേർത്താൽ മതി. നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുത്തിപ്പൊടിച്ച മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവ് വേണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ 8 അല്ലി ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ, സവാള ഇടരുത്. സവാളയെക്കാട്ടും ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി ഇടുമ്പോഴായിരിക്കും. അത് 8 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ടെടുക്കാം. മല്ലിയില നല്ലൊരു വലിയ കൈപ്പിടി തന്നെ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ടെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ് കേട്ടോ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് അവിടെ ആയിട്ട് നമ്മൾ ഉഴുന്നുവടയിലൊക്കെ കടിക്കുന്ന പോലെ തന്നെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാണ്ട് ലൂസാവാനും പാടില്ല. അപ്പോൾ നമുക്ക് ആ വടയുടെ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്തില്ലെങ്കിലും വിരോധമില്ല, പക്ഷേ ഒന്ന് വെറുത്ത് വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ നല്ലതാണ്, കുറച്ചും കൂടെ ക്രിസ്പാവും ചെയ്യും. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് എല്ലാം മിക്സ് ആക്കുക. ബേക്കിംഗ് സോഡ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും മതി, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെ മതി. ഇത്തിരി വെള്ളത്തോടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആവാനും പാടില്ല, വല്ലാണ്ട് ലൂസ് ആവാണ്ട് നമുക്കിതുപോലെ ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇനി ഇത് നമുക്ക് 2 കൈയിലും വെള്ളം ഒന്ന് തൊട്ട് പറ്റിയതിന് ശേഷം ഇത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വെള്ളം തടയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഷേപ്പ് ആക്കുക. അതിൻ്റെ നടുക്കിൽ വെള്ളം തന്നെ കയ്യിൽ മുക്കണം കേട്ടോ. എന്നിട്ട് ശേഷം ഇതുപോലെ റൗണ്ടാക്കി കൊടുത്താൽ മതി. നടുക്കിൽ ഹോളാക്കുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടുക കേട്ടോ, വല്ലാണ്ട് ലോ ആക്കണ്ട. അപ്പോൾ വല്ലാണ്ട് മുറുകും ഇത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു എരിവുള്ളൊരു വടയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉഴുന്ന് അരയ്ക്കാനൊക്കെ മടിയുള്ളവർക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പി ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.